ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ സീഷെൽസ് പോയി വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഈ റെഡ് പാക്കറ്റാണ് ഫസ്റ്റിലെ. ഇതിൻ്റെ ഉള്ളിൽ ഈ മാലകളെല്ലാം തന്നെ അവിടുത്തെ കോറൽസ് കൊണ്ടും റെഡ് കോറൽസ്, അതുപോലെ തന്നെ ചിപ്പി, അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കിയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇത് കാണാൻ നല്ല രസമാണ് പോലെ, ഭയങ്കര നാച്ചുറൽ ഇത് ക്യൂട്ടാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മറ്റേ മോനയില്ലേ അതിലത്തെ ആ ഒരു ഫീല് വന്നുകൊണ്ടാണ് ഇത് മേടിച്ചത്. നല്ല രസം. മൂവാനയുടെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ് പോലുണ്ട് പോലെ അതിനകത്ത്. മൂവാനയുടെ മെയിൻ ഒരു ഇതുണ്ട്. മൂവി കണ്ടല്ല, പക്ഷെ അതുപോലെ എനിക്ക് ഫീൽ ആയി ഇത് കണ്ടപ്പോ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇതാണ് ഒരിച്ചിന് എനിക്ക് മേടിച്ചത്. പിന്നെ എനിക്ക് തന്നെയാ. ഇത് അടുത്തൊരു ചെയിനാണേ. നോക്കണേ, ഇത് വേറൊരു ചെയിനാണ്. ഇതും അതുപോലെ തന്നെ. ഇത് സിൽവർ ആണ്. ഇത് പ്യുവർ സിൽവർ ആണ്. അതിന്റെ ഉള്ളിലത്തെ ആ ഡിസൈൻ എന്ന് പറയുന്നത് ചിപ്പി വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഡിസൈൻ ആണത്. അതിവിടെ ആരും ചിപ്പിക്കുള്ള ഒരു ഡിസൈൻ ആണത്. അത് അവര് കാർവ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുന്നതാണ് പറഞ്ഞത്. ഇത് നല്ല രസമുണ്ട്. ഇതൊരു എന്താ പറയാ, മർമെയ്ഡിന്റെ ടൈല് പോലത്തെ കാണാൻ നല്ല രസമുണ്ട് പോലെ കാണാനായിട്ട്. നല്ല സംഭവമാണ് കാണാനായിട്ട്. ഇത് ഭയങ്കര ഇതും കണ്ട വഴിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മള് അത് എടുത്താന്ന് പറയില്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് പ്യുവർ അലുമിനിയാണ് എന്നാണ് അവർ പറയപ്പെടുന്നത്. പ്യുവർ സിൽവർ ആണ്. പ്യുവർ സിൽവർ ആണ് സംഭവം വരുന്നത്. പിന്നെ ഇനി കഴിഞ്ഞില്ലേ, ഇനി ഞാൻ അവിടെ എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല, ഈ ടക്കാമക്കയുടെ ഒറിജിൻ വരുന്നത് സീഷെൽസ് എന്നാണ്. ടക്കാമക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്കർ ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന സംഭവം വേൾഡിലേക്ക് എല്ലായിടത്തേക്ക് കൊടുക്കുന്നതും ഇത് ഒറിജിൻ ആയിരിക്കുന്നതും സീഷെൽസ് എന്നാണ്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ടക്കാമക്കയുടെ ഡിസ്റ്റിലറി വിസിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. സോ അതുകൊണ്ട് നമ്മളവിടെ പോയിട്ട് ഇത് അതിൻ്റെ വെച്ചാൽ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു ബ്രാൻഡാണ്. നമ്മൾ ജസ്റ്റ് കാശ് വെച്ചൊരു എത്രയായിരുന്നു, 150 സീഷെൽ റുപ്പീസ് അങ്ങനെ തന്നെ ഒന്നിൻ്റെ ചാർജ് വരുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 ബ്രാൻഡ്, ഒരു ബാൻഡിന് 6 ബ്രാൻഡ് ടേസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. അങ്ങനെ സംഭവം എല്ലാ റമ്മുകളും ടേസ്റ്റ് ചെയ്യാൻ പറ്റും പോലെ. അപ്പോൾ ഞങ്ങൾ 2 ബ്രാൻഡ്, ഞാനും പുള്ളിക്കാരിക്കും ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പ്രീമിയം അതുപോലെ തന്നെ നോർമലും ഉണ്ട് അവർക്ക്. സോ നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. ഓൾമോസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഇതിന് സൈഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. 10 or 11 അങ്ങോട്ട് ബ്രാൻഡ് മീൻസ് അവരുടെ വെറൈറ്റി ബ്രാൻഡുകൾ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടി. നമ്മൾ അതിൻ്റെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എൻ്റെ സൂനിയർ എന്ന് പറയുന്നത് ഈ ടക്കാമക്കയുടെ ബാൻഡ് മാത്രമാണ് ഗൈസ്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്. ടക്കാമക്ക അവിടെ പോയ സമയത്ത് നമുക്ക് സൂനിയർ ഒന്നും വേറെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് മേടിച്ച സാധനം ഞാൻ അതുവരെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞെങ്കിൽ ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണ്, ടക്കാമക്ക ടീഷർട്ടാണ്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ടക്കാമക്ക ഉണ്ടാക്കുന്നത് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഉള്ളിൽ ഒരു സുവനീർ ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിന്റെ ഉള്ളിൽ ടക്കാമക്കയുടെ ബീച്ച് ടവല്, കപ്പുകള്, അതുപോലെ തന്നെ ബീച്ച് ബാഗുകള്, ഇവൻ സ്ലിപ്പേഴ്സ് വരെ ഉണ്ട് അവിടെ. സോ അതിന്ന് ചൂസ് ചെയ്തതാണ് ഒരു ടീഷർട്ട്. അവിടുന്ന് വെറുതെ ഒരു എന്താ പറയാ, ഒരു കൗതുകം കൊണ്ട് മേടിച്ചാന്ന് പറയില്ലേ. ഇത് അതിന്റെ അവരുടെ ഒരു കളർ ലോഗോ ആണ് ഇത് ടക്കാമക്കയുടെ. സോ അതുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ ടക്കാമക്ക എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ ഇതാണ് അവരുടെ ഒരു ഡിസൈൻ. ഇത് അവിടെ ടക്കാമക്കയുടെ കുപ്പിയുടെ മുകളിലൊക്കെ നോർമലായിട്ട് വരുന്ന ഒരു ഡിസൈനാണത്. സോ ഈ ഒരു സംഭവം മാത്രമാണ് എനിക്കായിട്ട് മേടിച്ച്. ഞാനിപ്പോഴാണ് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. 8 നോക്കിയിട്ടില്ല. 8 നോക്കുന്നതിന് ശേഷം പറയില്ല. ഇത് ടക്കാമക്ക എന്ന് പറഞ്ഞൊരു സ്ഥലേ ഉണ്ട് കേട്ടോ അവിടെ. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ താമസിച്ചത് ടക്കാമക്കയിലായിരുന്നു. അത് ഭയങ്കര വ്യത്യാസം. നമ്മൾ ഈ ഡിസ്റ്റിലറി പോയ സമയത്താണ് നമ്മളിത് മനസ്സിലാക്കിയത്. അവിടെ നമുക്ക് ഇതിന്റെ ഒരു വാക്ക് ത്രൂ ചെയ്യുന്ന ഒരാളുണ്ട് അവിടെ നമുക്ക്. അപ്പോൾ ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞത്. ഞങ്ങൾ പോയി നിന്നിരുന്ന ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നിന്ന ഹോട്ടലിൽ അതിന്റെ പേരാണ് ടക്കാമക്ക ബീച്ച്. അതുപോലെ ടക്കാമക്ക ബേ എന്ന് പറയും അതിന്റെ റെസ്റ്റോറന്റിന്റെ പേര് എന്ന് പറയില്ലേ. സോ ഞങ്ങൾ എന്താ പറയാ,
അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയിരുന്ന പ്ലേസ് അവിടെ പോയി. കിടിലൻ പ്ലേസ് ആണ്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് വേറെ വരുന്നതായിരിക്കും. ഇനി അടുത്ത സാധനങ്ങളെല്ലാം പുള്ളിക്കാരുടെയാണ്. പിന്നെ ഞാൻ മേടിച്ച വേറൊരു ചെയിനാണിത്. നിങ്ങളെ H2O കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ കണ്ടു കാണും. ക്ലിയോന്റെ കഴുത്തിൽ ഇതുപോലത്തെ ഒരു ചെയിൻ കിടക്കുന്നുണ്ട്. കണ്ടോ, ഒരു ആമസോൺ സ്റ്റോൺ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുക. ഇതും സിൽവറിൽ തന്നെയാണ്. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ കവറിങ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഇതാ ഇങ്ങനെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മാലയാണ്. അതുകൊണ്ട് ഞാൻ ഇതും മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും എനിക്കൊരു കൈച്ചയും മേടിച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കൊക്കോഡെമറിന്റെ ആ ഒരു കോക്കനട്ട് ഇല്ലേ, ആ കോക്കനട്ടിന്റെ ഷേപ്പിലുള്ള ഒരു കൈച്ചെയിനാണ്. അവിടുത്തെ ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും ആ ഒരു രീതിക്ക് തന്നെ അവർ കാണിക്കപ്പെടില്ലേ. എല്ലാം അവര് കൊക്കോഡെമോറിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് എല്ലാം ഈ സെന്ററിൽ വരുന്ന പീസ് കണ്ടോ, അത് ശരിക്കും കൊക്കോഡെമോറിന്റെ ആ ഷേപ്പിലാണ് അവർ പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ അറ്റത്ത് ഒരു കുഞ്ഞു വള്ളി വരുന്നുണ്ട്, കണ്ടോ? അതിന്റെ മുകളിൽ ചെറുതായിട്ട് അവർ സീഷൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞിതായിട്ട് ആ ക്യാമറയിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇതാണ് വേറൊരു സംഭവം, കാണുമില്ല. ഇതാണ് ഇതൊരു കൈച്ചെയിനാണ് കേട്ടോ. പിന്നെ അവര് ഇതിപ്പോ ഇത് മേടിച്ചിട്ട് കവറാണ്. ഇതിന്റെ മുകളിൽ വരെ കോക്കോഡെമോറിന്റെ ഡിസൈൻ ഉണ്ടായിരിക്കും. അവർക്ക് അവിടെ എല്ലാം കോക്കോഡെമോറിന്റെ ഇതാണ് പറയില്ലേ, ഡിസൈനാണ് എല്ലാം, ഈച്ച് ആൻഡ് എവരി സാധനങ്ങൾ പറയില്ലേ. പിന്നെ നമ്മളൊരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഗ്ലാസ്. നമ്മള് എല്ലായിടത്തും എവിടെ ട്രിപ്പ് പോയാലും നമ്മള് അവിടുന്ന് ഒരു ചെറിയ ഗ്ലാസ് ഇങ്ങനെ മേടിക്കാറുണ്ട്, ഷോർട്ട് ഗ്ലാസ്. ഇത് യൂസ് ചെയ്യൊന്നുമില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാറുണ്ട്. ഇത് അവിടുന്ന് സീഷെൽസ് ഉണ്ട്, അവരുടെ ഒരു എന്താ പറയാ ഒരു ഗ്ലാസ് ആണ് ഈ സംഭവത്ത്. അതിന്റെ ഷേപ്പ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു ഷേപ്പാണ്. ഇത് ഈ പറഞ്ഞ പോലെ അതിന്റെ താഴെ ഐ ലവ് സീഷെൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഈ പറയുമ്പോൾ കാണുമെന്നറിയില്ല, ഐ ലവ് സീഷെൽസ് എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് വേറൊരു സൂവിനീർ അവിടെ മേടിച്ചത്. പിന്നെ ഞങ്ങൾ കുറേ മാഗ്നറ്റ്സ് മേടിച്ചു. കുറേ പറഞ്ഞാൽ 4 മാഗ്നറ്റ്സ് കേട്ടോ, കുറേ അല്ല. ഇതാണ് ഒരു മാഗ്നറ്റ്, കൊക്കോഡെമോറിന്റെ തന്നെ ഷേപ്പാണ് അതിന്റെ ആ ഒരു ട്രീ, അതിന്റെ താഴെ കൊക്കോഡെമോർ. ഇതാണ് ഒരു മാഗ്നറ്റ് ഞങ്ങൾ മേടിച്ചത്. സീഷെൽസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പോയത് അവിടുന്ന് മേടിച്ചതായിരുന്നു, ഇതാണ് നമ്മള് കൊക്കോഡെമോർ കാണാൻ പോയ സമയത്ത് നമ്മള് അവിടുന്ന് മേടിച്ച എന്താ പറയാ ഒരു സൂവനീർ ഇതായിരുന്നു. ഒരു മാഗ്നറ്റ് ആണ്. പെർലിൻ ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് മേടിച്ചതുകൊണ്ടാണ് പെർലിൻ എഴുതിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ സീഷെൽസ് മാഹയിൽ തന്നെയാണ് മേടിച്ചത്. പെർലിൻ, പേഴ്സലിൻ. അവിടെ ആൾക്കാർ പറയുന്നത് പെർലിൻ എന്നാണ്, നമ്മള് പേഴ്സലിൻ എന്നാണ് പറയുന്നത്. അപ്പോ ഇതാണ് ശരിക്കും ആ പേഴ്സണൽ ഐലൻഡ് വെച്ചാൽ കൊക്കോഡെമോറിന്റെ സെയിം പ്ലേസിൽ മേടിച്ചാണ് ഇതാണ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ മാഹി ഐലൻഡ് ആണ് മേടിച്ചത്. മെയിൻ ഐലൻഡ് ഉണ്ട്, ഇതൊരെണ്ണം. നല്ല ക്യൂട്ടായിട്ടുള്ള ആമ ഉണ്ട്, രസമല്ലേ? 2 ആമ, ഒരു വലിയ ആമയും ഒരു ചെറിയ ആമയും. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആമകളാണ്. ഇതിനെ അവിടെ എന്തോ 150 വർഷത്തോളം അങ്ങനെ എന്തൊക്കെയോ കാണും. പിന്നെ ഇപ്പോ റീസെന്റ് ഇപ്പോ മോദി വരെ അവിടെ പോയിട്ട് എന്തോ അതിനെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ എന്തൊരു ഫോട്ടോയും സംഭവമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അത് കാണാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് മേടിച്ചാണത്. പിന്നെ ഇത് ഞാൻ മേടിക്കാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒരു ക്യാപ്പ്, അതിന്റെ അവിടെ സീഷെൽസ് എഴുതിയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ അങ്ങനെ മേടിച്ചത്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു ചെയിനാണ്. ഇത് എൻ്റെ സിസ്റ്ററിനെ ഞങ്ങൾ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ മേടിച്ചതാണ്. ഇത് ഒറിജിനൽ ഷാർക്കിന്റെ ടീത്ത് ആണെന്നാണ് അവര് പറയപ്പെടുന്നത്. നമുക്കിത് അറിയില്ല. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. കാണാൻ ഇത് ഒറിജിനൽ ഷാർക്കിന്റെ ടീത്ത് ആണ്. അപ്പൊ അത് എന്താ പറയാ, കണ്ടപ്പോ രസം തോന്നി. അപ്പൊ അതുകൊണ്ട് മേടിച്ചാണ് ഈ സംഭവം. ഇതാണ് ഒറിജിനൽ ഷാർക്കിന്റെ ടീത്ത് ആണ് പറയല്. ഇത് കാണാം ഒരു പിന്നെ അവിടുത്തെ ഒരു വേറെ എവിടെ നിന്ന് അങ്ങനെ പോസിബിൾ കിട്ടാൻ ചാൻസ് ഇല്ല പറയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം മെയിനായിട്ട് മേടിക്കാൻ തന്നെ റീസൺ പറയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുവരെ മേടിച്ചിരുന്നത് അനിയത്തിക്ക് മേടിച്ചാണ്, ഇവിടെ അനിയത്തിക്ക് മേടിച്ചത്. പിന്നെ ഇത് അവിടുത്തെ കോറൽ കൊണ്ട് ഉണ്ടാക്കിയതെന്നാണ് അവർ പറഞ്ഞത്. കോറൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ആമയാണിത് കേട്ടോ. അത് പല 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 ഡിസൈൻസിൽ അവര് ഈ കോറൽസിനെ വെച്ചിട്ട് അവര് ഡിസൈൻ ചെയ്യുന്നുണ്ട് പറയില്ല. അവര് ആമയുടെ ഷേപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഇതൊന്നല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്ന നേരത്തെ നമുക്ക് ഇതൊക്കെ വരുന്നതായിരിക്കും. ഒരുപാട് സാധനങ്ങളുണ്ട്. അവർ ഒരുപാട് ഈ കോറൽസ് വെച്ചിട്ട് കുറെ ഡിസൈൻസിൽ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ കോറൽസിന്റെ കയ്യിലൊക്കെ അതെ
അതെ, കയ്യിൽ അങ്ങനെ സംഭവങ്ങളുണ്ട്. നമ്മൾ ചോദിച്ചു കേട്ടോ അവരുടെ അടുത്ത് ഇത് ഒറിജിനൽ ആണെന്ന്, അവര് ഒറിജിനൽ ആണെന്നാണ് പറഞ്ഞത്. അതെ, പിന്നെ അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ കാരണം. ഇത് നല്ല രസമാണ് കാണാൻ. കുറച്ച് ആമകളാണ് ഇതിലുള്ളത്. മറ്റേ കൊക്കോഡമോറിന്റെ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മളിങ്ങനെ ആമേനെയാണ്. ഇതാണ് കുറച്ചും കൂടി ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വെറൈറ്റി തോന്നാറുമല്ലേ, ബാക്കിയെല്ലാം ഒരേപോലെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടില് കബഡി എന്ന് വിളിക്കുന്ന സാധനമാണ്. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ കളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കബഡിയുടെ ചെറിയ കബഡിയാണിത്. അതിന്റെ ഒരു സൈഡ് അവര് ചെത്തിയിട്ട്, ഒരു സൈഡ് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡ് അതിന് ചെത്തിയെടുത്തിട്ട് മറ്റേ സൈഡ് അതിന്റെ സ്മൂത്ത് ആണ്, ബാക്കി നോർമൽ സ്മൂത്ത് സൈഡ്. സോ അതാണ് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സംബന്ധം വെച്ചാൽ ഇവർക്ക് സെപ്പറേറ്റ് ലോക്ക് സിസ്റ്റം ഒന്നുമില്ല. ഇതിന്റെ മുകളിൽ തന്നെ ഈ കയറ് വെച്ചതിനെ കെട്ടിയിട്ടാണ് ഇവർ ലോക്ക് ആക്കുന്നത്. അതൊരു ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. എന്ന് വെച്ചാൽ വേറെ സെപ്പറേറ്റ് ഒരു സാധാരണ ലോക്ക് ഇടുക അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ ഹുക്ക് പോലെ സംഭവം അങ്ങനെ സംഭവത്തിലൊക്കെ നോർമലി കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട്. ആ കയറ് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറാണ്. സോ ആ ചരട് വെച്ചിട്ടാണ് അവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പോലെ. അത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. ഇനി കഴിഞ്ഞില്ല. ഇത് എനിക്കല്ല, ഇത് നീ പറഞ്ഞ പോലെ ടക്കാമക്കയിൽ പോയ സമയത്ത് നമ്മള് അവിടെ ഇതുപോലത്തെ കുറെ സൂവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ടക്കാമക്കയിൽ പോയ സമയത്ത് അവിടെ കുറെ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ മെയിനായിട്ട് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ചിപ്പികള്, കുഞ്ഞ് ഇതിനെന്താ പറയുന്നത്, കക്കാന്നാണ് പറയുന്നത്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ കോറൽസ്, ശംഖ്, കുഞ്ഞ് ശംഖ്, കോറൽസ്, കബഡി, അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു സാധനമാണ്. ഇത് കാണാൻ ഒരുപാട് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഒരുപാട് ഇത് അതിന്റെ മുകളിലുണ്ട്. കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട് ഞങ്ങൾ മേടിച്ചതാണ്. പക്ഷെ ഇത് കുറെ നേരം നമുക്ക് കൈമിടാൻ പറ്റില്ല, കാരണം കൈമ കുറെ നേരം ഇട്ട് ഇത് കുത്താൻ തുടങ്ങും. അതെ, ഇത് കൈന്റെ മുകളില് ഇറിറ്റേഷൻ ആണ് ശരിക്കും. കാരണം അതിന്റെ എഡ്ജൊന്നും അവിടെ എന്താ പറയാ അവര് പോളിഷ് ചെയ്യില്ല, ഷാർപ്പാണ്. സോ അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങൾക്ക് കോക്കോഡമോറിന്റെ ചെറിയൊരു മിനി കുട്ടീനെ ആ ചേച്ചി നമുക്ക് തന്നതാണ്. നമ്മള് ആദ്യം കാണിച്ചിരുന്നൊരു മർമെയ്ഡിന്റെ ആ വാലിന്റെ ഭാഗം ഉണ്ടെന്നല്ലോ, ആ ചെയിൻ മേടിച്ച സമയത്ത് അവര് നമുക്ക് ഫ്രീ ആയിട്ടൊരു സാധനമാണ്. ഇതാണ് സാധനം. ഇത് ഒറിജിനൽ കോക്കോഡമോറിനൊന്നുമല്ല, ഇത് ജസ്റ്റ് വുഡിന്റെ മുകളിൽ ഒരു കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ ഇരിക്കും കോക്കോഡമോറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതുപോലെ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒന്ന് പറക്കിക്കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് ഞാൻ എന്റെ ഫൗണ്ടേഷൻ കൊണ്ടുപോയ കുപ്പിയായിരുന്നു. ഫൗണ്ടേഷൻ അല്ല, എന്തായിരുന്നു കൊണ്ടുപോയത്, സൺസ്ക്രീം ആയിരുന്നു. അത് ഞാൻ കഴുകി കളഞ്ഞിട്ട് ഞാൻ അതില് കടൽ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് മണലും എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സംഭവം എന്നിട്ട് നമ്മൾ സുവീനിയറായിട്ട് ഇത് എടുത്തോണ്ട് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഒരു ഷോപ്പിൽ എന്നപ്പോ ഇത് വിൽക്കാൻ വെച്ചിക്കണു. അവിടുത്തെ ഒരുപാട് ഷോപ്പുകളിൽ കുറച്ചും കൂടി ഭംഗിയില് ഇതിന്റെ ഉള്ളിൽ അവര് ചെറുതായിട്ട് കുഞ്ഞ് ചിപ്പി, കുഞ്ഞ് കക്ക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചും കൂടി ഭംഗിയില് ഗ്ലാസിന്റെ ഇത് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി എടുത്തു തുറന്ന പറഞ്ഞില്ലേ, അതിലിട്ടുണ്ട് പറഞ്ഞില്ലേ. അപ്പൊ ശരിക്കും വേണമെങ്കിൽ നമുക്ക് അത് അവിടെ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല. കാരണം അതിന്റെ റേറ്റ് പറഞ്ഞ ഒരു 75 രൂപയോ അവിടുത്തെ സീഷൽ റുപ്പീസ് 75 രൂപ 80 രൂപ വരുന്നുള്ളൂ. പിന്നെ അത് നല്ല ഓൾറെഡി മേടിച്ചു. ഇത് ഞാൻ പറക്കിക്കൊണ്ട് വന്നതാണ്. ഇത് ഓൾറെഡി ഡെഡ് ആയ ആളാണ് കേട്ടോ, നമ്മള് കടപ്പുറത്ത് നടക്കുമ്പോ. അതെ, ഇതാണ് ശരിക്കും കോറൽ എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് കോറൽ എന്ന് പറഞ്ഞ സാധനം. സോ ഇത് പല ഷേപ്പ് ഉണ്ടായിരിക്കുമല്ലേ കോറല്, നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് കാണാൻ പറ്റും. കോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ഷേപ്പിലും പല രീതിക്കുണ്ടായിരിക്കുമല്ലേ. അപ്പോൾ അതില് ഡെഡായിട്ട് വിറ്റങ്ങള് കരയിലോട്ട് അടിയും. അപ്പൊ അവിടെ അടിഞ്ഞ് കിടക്കുന്നത്, അവിടെ എല്ലാ തീരത്തും ഈ സാധനം കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുള്ള ഒരു ഷേപ്പുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ ചോദിച്ചു കേട്ടോ. നമ്മളവിടെ എയർപോർട്ടിൽ നമ്മള് റെസ്റ്റോറന്റിൽ ചോദിച്ചു. അവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ടോ. അത് പറഞ്ഞു അത് കുഴപ്പമില്ല, ഇതൊക്കെ ഡെഡ് കോൾസ് ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സ്നോർക്കിലിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ സ്കൂബ ഡൈവിനൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അപ്പൊ നമ്മൾ അവരെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എടുത്തോണ്ട് വരരുത്, അപ്പൊ ഒരു സാധനം നമ്മൾ എടുക്കരുത്. കാരണം അപ്പൊ അതൊക്കെ ജീവനുള്ള സാധനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കും. കടലിന്റെ ഉള്ളിലോട്ട് പോയിട്ട് നമ്മളൊന്നും എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കാനോ അങ്ങനെയുള്ള ചവിട്ടാനൊന്നും പാടില്ല. അതുകൊണ്ട് സ്നോർക്കലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിമ്മിങ് അറിയില്ലെങ്കിൽ ചെയ്യരുത്. കാരണം നമ്മളെ വിറ്റങ്ങളെ ചവിട്ടി നശിപ്പിക്കരുത്. ഒപ്പം നമുക്ക് അത് മാത്രമല്ല, ഇത് ഭയങ്കര ഹാർഡാണ്. ഇത് ഭയങ്കര ശരിക്കും ഒരു കരിങ്കല്ല് പോലത്തെ സ്ട്രോങ് ആണ്, ഭയങ്കര വെയിറ്റ് കൊണ്ട് നല്ല ഹാർഡാണ്. നമ്മുടെ കൈയും കാലും മുറിയുള്ള ചാൻസ് കൂടുതലുണ്ട് പറയും. അവർക്കും ആപത്ത് പ്ലസ് നമുക്കും ആപത്താണ് പറയും. സോ അതുകൊണ്ട് സ്നോർക്കലിംഗ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവർ എപ്പോഴും പറയും അവിടെ നിൽക്കാൻ, ഒരിക്കലും അതിന് മുകളിൽ നിൽക്കരുതെന്നുള്ള കാര്യം അവർ പറയാനായിട്ട് പറയും. അതെ, പിന്നെ കുറച്ച് ഇങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ഇപ്പൊ ശംഖ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാണ്. അതിന്റെ യെല്ലോ കളറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനത്തെ ശംഖുകള്, ഇങ്ങനത്തെ സാധനങ്ങള്, അങ്ങനത്തെ കുറച്ച്. ഇത് വേറെ ഒരു കോറലിന്റെ ഒരു പീസാണിത്. ഇതൊക്കെ കരക്കടിഞ്ഞ പീസുകളാണ് കേട്ടോ പറഞ്ഞേ.
ഇതെല്ലാം. പിന്നെ അതുപോലത്തെ കുറെ ശംഖ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളടത്തൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ എല്ലാ ബീച്ചിൽ പോകുമ്പോഴും അവിടെ ഒരു വലിയൊരു ബോർഡിൽ അവരെല്ലാ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറഞ്ഞു തരും, ഇന്നൊരു സംഭവം നമ്മൾ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു തരും. സോ ഇത് പറക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. സോ ഞങ്ങളവിടുന്ന് നല്ല ക്യൂട്ടായത് കണ്ടതും അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പോലെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ അവിടുന്ന് മൊത്തം ഇങ്ങനെ നടന്ന് പറക്കിയിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നാട്ടിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഫ്രെയിം പോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിനാണിത് മെയിനായിട്ട് പറക്കാൻ തന്നെ കാരണം. കൊള്ളാം. ഡാമേജ് ആണെന്ന് പറയുന്ന കാരണം വെച്ചാൽ കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഉള്ളിലത്തെ ആളൊക്കെ പോയി കണ്ടു, ഫ്രണ്ടൊക്കെ പൊട്ടിയുള്ളത്. അങ്ങനത്തെ സംഭവങ്ങളാണ് കരയ്ക്ക് വന്നത്. അതെ, അത് നമ്മളൊരു ക്യൂട്ട്നെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്താ നമ്മളവിടെ അധികം കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ടും അവിടെ സുലഭമായിട്ട് കിട്ടുന്നതായതുകൊണ്ടും നമ്മൾ എടുത്തു എന്ന് പറഞ്ഞില്ലേ. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളവിടുന്ന് മേടിച്ചത്. ഒരു സാധനം കൂടി ഉണ്ട്. വേറൊരു സാധനം എന്ന് വെച്ചാല് നമ്മുടെ മുളകല്ലേ, അത് നമ്മളത് തീർത്തു. ഇതില് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. ഇത് മേടിക്കാൻ കാരണം എന്താ വെച്ചാല് ഞാൻ കുറച്ച് സ്പൈസി കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് മേടിക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ പോയിട്ടൊരു ഐലൻഡ് ഹോപ്പിങ്ങിന് പോയ സമയത്ത് അവിടെ നമുക്ക് ഐലൻഡ് ഹോപ്പിംഗ് ഒരുപാട് ഐലൻഡ്സിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ ആ ഐലൻഡിൽ പോയ സമയത്ത് നമുക്ക് ലഞ്ച് അവിടുന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളൊക്കെ വേറെ വരും. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്പൈസി ആയിട്ട്, കാരണം അവർ നോർമലി ഈ ഫുഡുകളിൽ അവർ സ്പൈസി ഇടുന്നില്ല, അതിന് പകരം അവർ ഇങ്ങനത്തെ ഒരു പിക്കിളാണ് സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഭയങ്കര സ്പൈസി കഴിക്കണം എന്നുള്ളൊരു ക്രേവിങ് നടക്കുമായിരുന്നു. അപ്പം അത് അവിടെ ചെന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വായിൽ പറയുന്ന വെള്ളം വരുന്ന പോലെയോ ഭയങ്കര എരിയായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു ലേശം എടുത്ത് കഴിഞ്ഞാൽ, കാരണം അവരവിടെ തന്നിരുന്നത് പരിപ്പൂര തന്നിരുന്നായിരുന്നേ. അപ്പം അതിൻ്റെ കൂടെ ഒരു ലേശം ഈ സാധനം എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ എരിയായിരുന്നു. ഭയങ്കരമായിരുന്നു പറയില്ലേ. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ പോലും നമുക്ക് ഒരു കിണ്ണം ചോറിനാം, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പം ഞാനത് അറിഞ്ഞിട്ട് ഈ സാധനം മേടിക്കാനായിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് അവിടുത്തെ നോർമലി പോകുന്ന ഹൈവേ കൂടെ പോയ സാധനം നമുക്ക് കിട്ടില്ല. ലോക്കൽ ബസ് പോകുന്ന വഴിയുണ്ട്. ബസ് പോകുന്ന വേറെ റൂട്ടാണ്, നമ്മൾ നോർമൽ കാർ ഓടിക്കുന്നത് വേറെ റൂട്ടാണ്. അപ്പോൾ കാർ ഓടിക്കുന്നത് എപ്പോഴും മറ്റേ കടലിൻ്റെ അടുത്ത് കൂടെ പോകുന്ന വഴികളാണ്. കാരണം ഈ ടൂറിസ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാറ് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊരു റോഡ് നമുക്ക് വണ്ടി ഓടിക്കാം, പക്ഷെ ആ റോഡാണ് സാധാരണ അവിടുത്തെ ആൾക്കാർ ലോക്കൽസ് ജീവിക്കുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ കൂടെ നമ്മൾ പോയിട്ട് ഈ സാധനം തപ്പിപ്പിടിച്ച് മേടിച്ചാണ്. അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നമ്മൾ പോയത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോക്കല് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്, ബസ്സൊക്കെ പോകുന്ന ഏരിയ ഉണ്ട്. അതേങ്ങനെ പോയിട്ടാണ് നമ്മൾ ഈ സാധനം മേടിച്ചത്. കാരണം സാധാരണ കാറ് പോകുന്ന റൂട്ടോട് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന റൂട്ടുണ്ട്, ആ റൂട്ടോട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല. സോ ബസ് പോകുന്ന റൂട്ടുണ്ട്. നമ്മളവിടുത്തെ ലോക്കൽ ഒരു മാർക്കറ്റിൽ കയറി അവിടെ അന്വേഷിച്ചിട്ട് നമ്മൾ ഇത് മേടിക്കാൻ ചെയ്ത് പോയിട്ട് പറഞ്ഞു. പക്ഷെ എന്താ വെച്ചാൽ സം റീസൺ കൊണ്ട് ഇതും ലോക്കൽ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ സം റീസൺ കൊണ്ട് ഞാൻ ആ ഐലൻഡിൽ പോയിട്ട് കഴിച്ചിട്ടുള്ള ആ ഒരു സാധനത്തിന് സ്പൈസി എനിക്കിതിൽ കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാൻ നല്ല സ്പൈസി കഴിക്കുന്ന ഒരാളായതുകൊണ്ട്. പക്ഷെ എൻ്റെ പുള്ളിക്കാരിക്ക് നല്ല എരിച്ചിലായിരുന്നു. നല്ല എരിച്ചിലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി അതെ അത്യാവശ്യം എരിവുണ്ട്, എരിവില്ല പറഞ്ഞു. അതെ, പക്ഷെ ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് എരിവെന്ന് പറയും. ഞാൻ ആ ഐലൻഡിൽ പോയപ്പോൾ ഞാൻ കഴിച്ചിരുന്ന ആ ഒരു എരിവ് എനിക്ക് ഇതിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇപ്പൊ ഇത്രയ്ക്ക് തീരാൻ കാരണം. അല്ലെങ്കിൽ എന്റെ എക്സ്പെക്ടേഷനിൽ സത്യം പറഞ്ഞൊരു അതെ ഒരു 3-4 അതെ അതൊരു ഞാൻ വിചാരിച്ചു 2-3 മാസമൊക്കെ സുഖമായിട്ട് ഓടുന്ന ഒരു സാധനമായിരുന്നു പോലെ, കാരണം അത്ര എരിവുണ്ടായിരുന്നു പോലെ. പക്ഷെ അതിനത് മീറ്റ് ആയില്ല പോലെ ഇത്. സോ അങ്ങനെ ഒരു സംഭവം. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇത് ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും, നമുക്ക് എന്താ പറയുക ചില്ലി ഓയിൽ എന്നൊരു സാധനം കിട്ടും. ഇതാ സംഭവമല്ല, ഇത് പച്ചമുളകാണ്. പച്ചമുളക് അരച്ചിട്ട് അവിടെ എന്തോ സംതിങ് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടുള്ള സംഭവമാണ്. അത് മാത്രമല്ല, പക്ഷേ ഷോപ്പിൽ കിട്ടില്ല കേട്ടോ. അതെ, ഷോപ്പിൽ കിട്ടില്ല. റോഡ് സൈഡിലൊക്കെ വല്ല അമ്മമാരും ചേച്ചിമാരൊക്കെ വിൽക്കാതിരിക്കുന്നുണ്ടായിരിക്കും. അതെ, അത് പറയുന്നത് ഇത് അവിടുത്തെ ഒരു നാടൻ ഒരു സംഭവമാണ് പോലെ. ഇത് ഒരിക്കലും ഷോപ്പിൽ കിട്ടില്ല. ഞാൻ ഒരുപാട് സൂപ്പർമാർക്കറ്റ് അന്വേഷിച്ച് നോക്കി, കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അവസാനമാണ് ഒരു ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നോക്കി അവിടെ കിട്ടുന്നതുകൊണ്ട് അതിന്റെ പുറകെ പോയിട്ട് നമ്മൾ മേടിച്ചോടുന്നാണ് പറയില്ലേ. സോ ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണെന്ന് പറയില്ലേ. സ്പൈസി കഴിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ആണിത്.
പിന്നെ നമ്മൾ വേറെ സംബന്ധിച്ചാൽ നമ്മൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു കോറൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതിന്റെ ഫോട്ടോ നമ്മൾ ഇതിൽ സൈഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് ഇപ്പോൾ അൺബോക്സ് ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല, അതിന് ഓൾറെഡി അവർ റാപ്പ് ചെയ്ത് ബബിൾ റാപ്പ് ഒക്കെ ഇട്ട് തന്നിരിക്കണം. അപ്പം ഞാനത് പിടിച്ച് അയച്ചു കഴിഞ്ഞാൽ ഇനി അത് പൊട്ടോ പിടിക്കുക കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോകുമ്പോൾ, കാരണം നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ മനസ്സിലാൻ പറയും, നല്ല ഭംഗിയുള്ള സംഭവമാണ്. അപ്പോൾ അതിപ്പോൾ കറൻ്റ്ലി നമ്മളത് ബബിൾ റാപ്പ് സെയിം തന്നെ വെച്ചിട്ട്, കാരണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് അൺബോക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മൾ കറൻ്റ്ലി ഇപ്പം നമ്മൾ അവിടെ നിന്ന് മേടിച്ച സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു സോവനീർ പോലെ കൈപ്പിടി സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് അവിടുത്തെ കുറച്ച് പൈസ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് 25 രൂപയുടെ നോട്ടുണ്ട്, 25 രൂപയുടെ നോട്ടാണ്. പിന്നെ അതുപോലെ 50 രൂപയുടെ നോട്ടുണ്ട്. സോ ഇത് അവിടുത്തെ 50 രൂപയുടെ നോട്ടാണ്. ഓക്കെ, 50 രൂപയുടെ നോട്ടാണിത്. അപ്പൊ നല്ല കളറാ പറയുന്നത്. അതെ, അതാണ് മെയിൻ സംഭവം. എന്നുവെച്ചാല് അവിടുത്തെ ഒരു പക്ഷി അങ്ങനെ സംഭവമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവിടുത്തെ ഒരു 100 രൂപയുടെ നോട്ടുണ്ട്. സോ ഇത് ഈ പറഞ്ഞ പോലെ ഇതിന് മുകളിൽ ഒച്ച് പിന്നെന്താ ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ എല്ലാ വക ജീവികളിലും അവർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൈസകളുണ്ട്. ഇപ്പോഴും അവിടെ 25 പൈസ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടുത്തെ 25 പൈസയാണ്. അത് കാണുന്ന ഇത് അവിടുത്തെ 25 പൈസയാണ്. ഇപ്പോഴും അവിടെ 25 പൈസയൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ പിന്നെ നമ്മൾ ഉള്ളപോലെ തന്നെ 1 രൂപ, 5 രൂപ, 10 രൂപ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരു സുവനീർ പോലെ കുറച്ച് ചില്ലറ പൈസയും ഈ പറഞ്ഞ പോലെ അവിടുത്തെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 നോട്ടുകൾ. ഈ 3 നോട്ടേ നമുക്ക് അവിടെ ഉള്ളൂ. ഈ 3 നോട്ട് നമ്മളവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഗൈസ്.